അങ്ങനെ പുതുതലമുറയിലുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും അടക്കം VS ഒരു മാതൃകയാണ്. അപ്പോൾ ഈ സമീപകാലത്തെ വിവാദങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ 2015-16 കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വഴി ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് BJP ശ്രമിച്ചപ്പോൾ VS അച്യുതാനന്ദൻ അന്നെടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്, അന്ന് കാണിച്ച വീറുണ്ട്. ആ ശബ്ദശകലങ്ങളൊക്കെ ഇപ്പോഴും ടെലിവിഷന്റെ കാലത്താണല്ലോ. ആ നിലയ്ക്ക് അന്ന് അദ്ദേഹത്തിന് 92 വയസ്സോ മറ്റോ ആണ് പ്രായം. അങ്ങനെ രാഷ്ട്രീയത്തിൽ മൂർച്ചയും കൃത്യതയുമുള്ള നിലപാടുകളുടെ കാര്യത്തിൽ VSനെ എങ്ങനെ വിലയിരുത്തണം? 2016 തെരഞ്ഞെടുപ്പ് കാലത്താണ് വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദൻ ശക്തമായ നിലപാടെടുത്തത്. അത് മൈക്രോ ഫിനാൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആരോപണം, ഇതിനെ തുടർന്ന് ശക്തമായ നിലപാടെടുക്കുകയും VS അച്യുതാനന്ദൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെയ് നടേശ കണക്ക് വെയ് എന്ന് പറഞ്ഞാണ് ആ തെരഞ്ഞെടുപ്പിന് മുൻപിൽ പോലും ഈ ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ് എന്നുള്ളതൊന്നും VS അച്യുതാനന്ദൻ പരിഗണിച്ചതേയില്ല. മാത്രമല്ല, ഒരു സമയത്ത് വെള്ളാപ്പള്ളി നടേശനുമൊക്കെ VS അച്യുതാനന്ദന് നല്ല ബന്ധം തന്നെയായിരുന്നു. പക്ഷേ അതൊന്നും ഇത്തരം ഒരു പ്രശ്നം വന്ന്, അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പ്രശ്നം വന്നപ്പോഴത്തേക്ക് VS അച്യുതാനന്ദൻ അതൊന്നും കണക്കാക്കിയില്ല, തെരഞ്ഞെടുപ്പാണെന്നുള്ളത് കണക്കാക്കിയില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഇത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VS അതിസാഹസികനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇപ്പോൾ ചൈനീസ് യുദ്ധകാലത്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക്, അതായത് പാർട്ടി ലൈൻ മറികടന്നുകൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ആഹ്വാനം ചെയ്ത് അതിന് നേതൃത്വം കൊടുക്കുന്നതിന് VS അച്യുതാനന്ദന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അത് പാർട്ടി ലൈനാണോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും ഏതറ്റം വരെയും പോകുന്നതിന് VS അച്യുതാനന്ദന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയും അതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുമതി കൊടുക്കണം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ അത് അനുമതി നിഷേധിക്കണം എന്ന് മന്ത്രിസഭയിൽ അഭിപ്രായം വന്നപ്പോൾ VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടത് എന്റെ വിയോജനക്കുറിപ്പ് എഴുതണമെന്നാണ്. മുഖ്യമന്ത്രി വിയോജനക്കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ സർക്കാർ ഉണ്ടാവില്ല. പക്ഷേ അതൊന്നും VS അച്യുതാനന്ദൻ പ്രശ്നമല്ല. അങ്ങനെ ഏത് തരത്തിലുള്ള കടുത്ത നിലപാടെടുക്കുന്നതിനും മടിക്കാത്ത നേതാവായിരുന്നു. ഈ നിലപാടുകൾ VS അച്യുതാനന്ദനെ സംബന്ധിച്ച് വളരെ മൂർത്തമായിരുന്നു. അത് വൈരനിര്യാതന ബുദ്ധി ആയിരുന്നില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് സി മാത്യു പറഞ്ഞൊരു കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ VS അച്യുതാനന്ദനെതിരെ ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വലിയ തോതിൽ വിവാദമൊക്കെ ആയിരുന്നു. അതിനുമുമ്പ് ഈ R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള ഇടമലയാർ കേസ് ശരിക്കും VSന്റെ പോരാട്ടമാണ്. അപ്പോൾ വലിയ വൈരാഗ്യ ബുദ്ധി ബാലകൃഷ്ണപിള്ളയ്ക്കും ഗണേഷ് കുമാറിനും ഉണ്ട്. അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഗണേഷ് ഒരു പ്രസംഗം നടന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയ്ക്ക് ഗണേഷിനെതിരെ ചില വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ വരുന്ന ഘട്ടമാണ്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ അത് VS എന്താ കാര്യമായിട്ട് ഉപയോഗിക്കാത്തത് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നെല്ലിയാമ്പതി വിഷയത്തിൽ അയാൾ എടുക്കുന്ന നിലപാട് ഇപ്പോൾ കൃത്യമാണ്. നമ്മൾ ഇപ്പോൾ അയാളെ ദുർബലപ്പെടുത്താൻ പാടില്ല. അപ്പോൾ വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധി എന്നുള്ളതിന് അപ്പുറത്ത് കൃത്യമായി ഓരോ വിഷയങ്ങളും എടുക്കുന്ന നിലപാട്, ആ നിലപാടുകളുടെ സുദൃഢത അല്ലെങ്കിൽ അതിന്റെ വ്യക്തത എന്നുള്ളത് VSനെ സംബന്ധിച്ച് എല്ലാ കാലത്തും പ്രാധാന്യമുള്ളതായിരുന്നു. അഭിലാഷ് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് K കരുണാകരൻ കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റുന്നു. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് അതായത് ആ സർക്കാരിനെ വീഴ്ത്താൻ പര്യാപ്തമായ രീതിയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് പര്യാപ്തമായ രീതിയിൽ കോൺഗ്രസിനകത്തൊരു കലാപം ഉണ്ടാകുന്നു. അപ്പോൾ ആ കലാപം ഉണ്ടാകുന്ന ഘട്ടത്തിൽ K കരുണാകരൻ കോൺഗ്രസുമായി തെറ്റുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആ സർക്കാരിനെ മറിച്ചിടാൻ തയ്യാറാവുകയാണെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അതിന് പിന്തുണ കൊടുക്കാൻ പോലും VS അച്യുതാനന്ദന് ഒരു മടിയും ഉണ്ടായില്ല. അപ്പോൾ പാമലിൻ കേസിലാണെങ്കിലും എന്ത് പ്രശ്നത്തിലാണെങ്കിലും VS അച്യുതാനന്ദനെ, K കരുണാകരനെ നഖശിഖാന്തം രാഷ്ട്രീയമായി എതിർത്തിരുന്ന VS അച്യുതാനന്ദന് രാഷ്ട്രീയമായ ഒരു അവസരം വരുമ്പോൾ മറ്റൊരു നിലപാടെടുക്കാനോ K കരുണാകരനോട് ഒരു സൗമനസ്യം കാണിക്കാനോ രാഷ്ട്രീയമായ ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പിന്തുണ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ഇപ്പുറത്തേക്ക് അടുപ്പിക്കുന്നതിനോ ഒന്നും ഒരു അനുഗുണമായ രീതിയിലുള്ള നിലപാടെടുക്കുന്നതിനൊന്നും VS അച്യുതാനന്ദന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ 40 MLA ഫിക്സഡ് ഡെപ്പോസിറ്റായി ഉണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ നിലയിൽ രാഷ്ട്രീയം അതിന്റെ പ്രയോഗത്തിൽ, അതിന്റെ കണിശതയിൽ കണ്ടെത്തിയ ഒരാൾ കൂടിയാണ് VS.